എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഈ സബ്ജക്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആ സിലബസ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. കറന്റ് ഈവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏത് ഈവന്റ് വേണമെങ്കിലും ചോദ്യമായിട്ട് ചോദിക്കാം. പക്ഷെ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഇന്ത്യയുമായി കണക്ട് ചെയ്ത് വരുന്ന ഇന്റർനാഷണൽ റിലേഷനിലെ സംഭവങ്ങളായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ മെയിൻസിന് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇന്റർനാഷണൽ റിലേഷൻ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെ ഉണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതെല്ലാം പഠിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ എന്തായാലും പ്രിലിംസ് എഴുതാനായിട്ട് വരുന്നത്. പക്ഷെ എന്നാലും കറണ്ട് അഫയേഴ്സിന്റെ റെലവൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which one of the following launched the nature solutions finance hub for Asia and the Pacific? അപ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം 4 ഓപ്ഷൻസ് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ ചൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഒന്നും വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചൂസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു ആൻസർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഓപ്ഷൻ അറിഞ്ഞിരിക്കണം. കാരണം അത് പഠിക്കാതെ നമുക്ക് അവിടേക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. പഠിക്കുകയോ വായിക്കുകയോ ഒരു വട്ടമെങ്കിലും നമ്മൾ വായിക്കാതെ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യമല്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ADB ആണ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. 2 ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഉണ്ട്, AIIB ഉണ്ട്. പിന്നെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. പിന്നെ IRDB ഉണ്ട്, IBRD ഉണ്ട്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD ഉണ്ട്. അപ്പൊ ഈ 4 ബാങ്കിൽ നിന്നും ഏതാണ് ഈ ഒരു പർട്ടിക്കുലർ നേച്ചർ സൊല്യൂഷൻസ് ഫിനാൻസർ ഫോർ ഏഷ്യ ആൻഡ് പസഫിക് എന്നുള്ള സംഭവം ലോഞ്ച് ചെയ്തെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ADB തന്നെയാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അവരെയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ പല എന്താ പറഞ്ഞേ മാഗസിൻസ് ആണെങ്കിലും ഇനീഷ്യേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ബാങ്കുകൾ, നമ്മുടെ വേൾഡ് ബാങ്ക് ലോഞ്ച് ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതേപോലെ തന്നെ IMF ലോഞ്ച് ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതേപോലെ മൾട്ടിപ്പിൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും റീജിയണൽ ഓർഗനൈസേഷൻസും ഒക്കെ ലോഞ്ച് ചെയ്യുന്ന പല ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഇതൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരാറുമുണ്ട്. അപ്പൊ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നാൽ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ഇന്ത്യ ഹാസ് ജോയിൻ ദ മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ആസ് എ മെമ്പർ. ഓക്കെ, ഇന്ത്യ മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പിൽ ഒരു മെമ്പറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് 1-2 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് എന്നുള്ള കാര്യം. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തതായിട്ട്, ഇന്ത്യ ഈസ് എ റിസോഴ്സ് റിച്ച് കൺട്രി ഇൻ ഓൾ ദ 30 ക്രിട്ടിക്കൽ മിനറൽസ് ദാറ്റ് ഇറ്റ് ഹാസ് ഐഡന്റിഫൈഡ്. ഇതൊരു ഡിഫിക്കൽട്ട് ഏരിയ ആണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഈ 30 ക്രിട്ടിക്കൽ മിനറൽസിൽ ഇന്ത്യ റിസോഴ്സ് റിച്ച് ആണോ എന്നുള്ള കാര്യത്തിൽ. സോ ഇത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെയാണ്. ഈ 30 ക്രിട്ടിക്കൽ മിനറൽസിന്റെ കാര്യത്തിൽ ഇന്ത്യ റിസോഴ്സ് റിച്ച് അല്ല, റിസോഴ്സ് റിച്ച് കൺട്രി അല്ല. അടുത്തതായിട്ട് വന്നിട്ടുള്ളത്, ദ പാർലമെന്റ് ഇൻ 2023 ഹാസ് അമെൻഡഡ് ദ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957. 1957 വന്നിട്ടുള്ള മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് 2023 പാർലമെന്റ് അമെൻഡ് ചെയ്യുകയുണ്ടായി. ആ അമെൻമെന്റോട് കൂടി തന്നെ എംപവറിംഗ് ദ സെൻട്രൽ ഗവൺമെന്റ് ടു എക്സ്ക്ലൂസീവ്ലി ഓപ്ഷൻ മൈനിങ് ലീസ് ആൻഡ് കോമ്പോസിറ്റ് ലൈസൻസ് ഫോർ സർട്ടൻ ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ളതാണ്. സോ ഇത് കറക്റ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. കാരണം 2023 അങ്ങനെ ഒരു അമെൻമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 2 ഉത്തരങ്ങളാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ 1ഉം അതേപോലെ തന്നെ ഓപ്ഷൻ 3ഉം ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 3 ആണ്. അപ്പൊ ഓപ്ഷൻ C ആണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം കറണ്ട് അഫയേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ 1-2 വർഷത്തെ കറണ്ട് അഫയേഴ്സ് പ്രോപ്പറായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും അതിനെ മേളിലുള്ള ഡിസ്കഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് കൺസിഡർ ദി ഫോളോയിങ് കൺട്രീസ്: ഓസ്ട്രിയ, ബൾഗേറിയ, ക്രൊയേഷ്യ, സെർബിയ, സ്വീഡൻ, നോർത്ത് മെസഡോണിയ. ഇങ്ങനെ ഏകദേശം 6 കൺട്രീസിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതൊക്കെ കൺട്രീസ് ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് എന്നുള്ളതാണ് അറിയേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്, റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നുണ്ട്. അതിനകത്തൊരു മെയിൻ പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ഒരു മെയിൻ റീസൺ എന്ന് തന്നെ പറയുന്നത് നാറ്റോയുടെ ഇന്റർവെൻഷൻ ആണ്. ഓക്കെ, നാറ്റോയിലേക്ക് ഉക്രൈന്റെ മെമ്പർഷിപ്പ് പോകുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ നാറ്റോ നമുക്കറിയാം ഇത് ഫോം ചെയ്യുന്നത് തന്നെ
സോവിയറ്റ്, അതായത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന് എതിരെയാണ് നാറ്റോ ഫോം ചെയ്യുന്നത്. സോ ഇന്നും റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെ ഭാഗമായിട്ട് തന്നെ പെടുത്തിക്കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ ചർച്ചകളും വിഷയങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ റെലവെന്റ് ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെയാണ് ഇതിന്റെ മെമ്പേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഓസ്ട്രിയ വരുന്നുണ്ട്. ഓസ്ട്രിയ എന്ന് പറയുന്നത് ഇതിന്റെ മെമ്പർ അല്ല, നാറ്റോയുടെ മെമ്പർ അല്ല ഓസ്ട്രിയ എന്ന് പറയുന്നത്. എന്നാൽ ബൾഗേറിയ നാറ്റോയുടെ മെമ്പർ ആണ്. അതേപോലെ തന്നെ ക്രൊയേഷ്യ നാറ്റോയുടെ മെമ്പർ ആണ്. സെർബിയ നാറ്റോയുടെ മെമ്പർ അല്ല. അതേപോലെ സ്വീഡൻ നാറ്റോയുടെ മെമ്പർ ആണ്. നോർത്ത് മെസഡോണിയ നാറ്റോയുടെ മെമ്പർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 4 ഓപ്ഷൻസ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ബൾഗേറിയ, ക്രൊയേഷ്യ, സ്വീഡൻ ആൻഡ് നോർത്ത് മെസഡോണിയ ആണ് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഓൺലി 4. അപ്പൊ 4 കൺട്രീസ് നാറ്റോയുടെ മെമ്പർ കൺട്രീസ് ആണ്. അടുത്തതായിട്ട് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ബിംസ്റ്റെക്. ഓക്കെ, ബിംസ്റ്റെക് എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ബിംസ്റ്റെക്കും നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ആണ്. അപ്പം അതിനകത്ത് വന്നിട്ടുള്ള എന്തൊക്കെ രാജ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അതേപോലെ അതെവിടെയാണ് ഫോം ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ബിംസ്റ്റെക്കും ഇന്ത്യയുമായിട്ട് വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ, ഈ ബിംസ്റ്റെക്കിന്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് എ റീജിയണൽ ഓർഗനൈസേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 7 മെമ്പർ സ്റ്റേറ്റ്സ് ടിൽ ജാനുവരി 2025. കറക്റ്റ് ആണ്, 7 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ബിംസ്റ്റെക്കിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് വിത്ത് ദി സൈനിങ് ഓഫ് ധാക്ക ഡിക്ലറേഷൻ. ഓക്കെ, ധാക്ക ഡിക്ലറേഷന്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയെന്ന് പറയുന്നു. ഇത് തെറ്റാണ്, കാരണം ധാക്ക ഡിക്ലറേഷൻ അല്ല, ബാങ്കോക്ക് ഡിക്ലറേഷൻ ആണ്. അതുപോലെ തന്നെ 1997 ഈ ഒരു സംഭവം നടക്കുന്നത്. 1997 ഇതിന്റെ ഫോർമേഷൻ നടക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് ആൻഡ് നേപ്പാൾ ആർ ഫൗണ്ടിങ് മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് ബിംസ്റ്റെക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, കാരണം നേപ്പാൾ എന്നത് ഇതിന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് 4ാമത് വരുന്നത്, ഇൻ ബിംസ്റ്റെക് ദ സബ്സെക്ടർ ഓഫ് ടൂറിസം ഈസ് ബീയിങ് ലെഡ് ബൈ ഇന്ത്യ എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അപ്പം ചില ഏരിയാസ് ഉണ്ട്, ചില പില്ലേഴ്സ്, അത് ഹാൻഡിൽ ചെയ്യുന്നത് ഓരോരോ കൺട്രീസ് ആണ്. പക്ഷെ ഇന്ത്യയുടെ ഭാഗം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ മെയിൻലി സെക്യൂരിറ്റിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാൽ ടൂറിസം എന്ന ഭാഗം ഹാൻഡിൽ ചെയ്യുന്നത് നേപ്പാളാണ് ടൂറിസം ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4ാമത്തെ ഓപ്ഷനും അല്ലെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്? ആകെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതേതാണ്? ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ബിംസ്റ്റെക് ഒക്കെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ കറണ്ട് അഫെയറുമായിട്ട് കണക്ട് ചെയ്താണ് ബിംസ്റ്റെക്കിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമ്മൾക്ക് വന്നിട്ടുള്ളത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ബ്രിക്സ്. അടുത്ത ഒരു റീജിയണൽ ഓർഗനൈസേഷൻ ആണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു എക്സിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ബ്രിക്സ്. അപ്പം ബ്രിക്സുമായിട്ട് സംബന്ധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. 16th ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹെൽഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് റഷ്യ ഇൻ കസാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അത് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതായിരുന്നു. സോ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കസാനിൽ, റഷ്യയിൽ വെച്ചാണ് ഈ ഒരു സമ്മിറ്റ് നടന്നിട്ടുള്ളത്, 16ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് നടന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്തോനേഷ്യ ഹാസ് ബിക്കം എ ഫുൾ മെമ്പർ ഓഫ് ബ്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഒരു ചേഞ്ച് ആണിത്. ഇന്തോനേഷ്യ അതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ഫുൾ മെമ്പർ ആയിട്ട് മാറിയിട്ടുണ്ട് ബ്രിക്സിന്റേത്. അടുത്തത്, തീം ഓഫ് ദി 16th ബ്രിക്സ് സമ്മിറ്റ് വാസ് സ്ട്രെങ്തനിങ് മൾട്ടി കൾച്ചറലിസം ഫോർ ജസ്റ്റ് ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി. സോ വെരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കൺഫ്യൂസിംഗ് എന്ന് പറയാൻ കാര്യം, ചെറിയൊരു വാക്കിലെ വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് തെറ്റായിട്ട് മാറുന്നത്. ഓപ്ഷൻ തെറ്റാണ്. ഇത് തെറ്റാകാനുള്ള പ്രധാന കാരണം, ഈ മൾട്ടി കൾച്ചറലിസം എന്ന സ്ഥലത്ത് വരേണ്ടത് മൾട്ടി ലാറ്ററലിസം എന്നായിരുന്നു. സോ ഈ ഒരൊറ്റ ഒരു വാക്കിലാണ് ഈ ഒരു തെറ്റ് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതൊന്നും കാണാതെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ അത്ര കീനായിട്ട് ഇരിക്കണമെന്നോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വായിച്ചു പോകുമ്പോൾ നമുക്കിത് ശരിയായിട്ട് തോന്നാം, കാരണം നമ്മൾ എവിടെയോ വായിച്ചൊരു വാക്കുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്ക് തോന്നാം. സോ അങ്ങനെ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വന്ന് ഇത് ചിലപ്പോൾ തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ എന്നാലും കുഴപ്പമില്ല, കാരണം നമുക്ക് ഇതിനൊരു ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് നമുക്ക് ഇതിനൊരു ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല, കാരണം ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കെയർലെസ് എറർ വരുത്താൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ട് വരുന്നത്, 1 and 2. അപ്പം ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ദി ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ.
INSTCയുടെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ് ഇന്ത്യ. എ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ വിച്ച് വിൽ കണക്ട്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. സോ ഇതിനകത്ത് കൃത്യമായിട്ട് തന്നെ ഉത്തരത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. ഒന്നാമത്തേതാണ് ഉത്തരം, ഇന്ത്യ ടു സെൻട്രൽ ഏഷ്യ ടു യൂറോപ്പ് വയ ഇറാൻ എന്നുള്ളതാണ് ഇതിനകത്തെ ഓപ്ഷൻ. കാരണം പലപ്പോഴും ഡിസ്കഷൻസിൽ വന്നിട്ടുള്ളതാണ്, പലപ്പോഴും നമ്മൾ ഇപ്പം നമ്മളുടെ കറണ്ട് അഫയേഴ്സ് സെഷൻസിലായാലും അല്ലെങ്കിൽ ലൈവ് സെഷൻസിലൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് തന്നെയാണിത്, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇന്ത്യയിൽ നിന്നും സെൻട്രൽ ഏഷ്യയും അതേപോലെ തന്നെ യൂറോപ്പും ഒക്കെയാണ് ഇവിടെ കണക്ട് ആകപ്പെടുന്നത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു കൺഫ്യൂസിങ് ഏരിയ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ അത് ഉണ്ടാക്കിയേക്കാം. പക്ഷെ വളരെ എന്താ പറയുക, പ്രോക്സിമിറ്റി കൂടുതൽ ആൻസറുമായിട്ട് കൂടി നിൽക്കുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യ ടു സെൻട്രൽ ഏഷ്യ ടു യൂറോപ്പ് ആണ്. ഇതും ഒരു അടുത്ത് തന്നെ ഉത്തരത്തിനോട് അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ഓപ്ഷൻ ആണ്. പക്ഷെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടാണ്. സോ ഇതാണ് INSTCയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ചോദ്യം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്റർനാഷണൽ റിലേഷൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ കറണ്ട് ഈവൻസിൽ നിന്ന് അവർ പിക്ക് ചെയ്ത് തരുന്നതാണെങ്കിലും എന്നാൽ മെയിൻസ് എക്സാമിനേഷനിലേക്കൊക്കെ വരുമ്പോഴേക്കും വളരെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അവിടെ വേണ്ടി വരും. കാരണം നമ്മളത് കൃത്യമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷനെ പറ്റി അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നടക്കുന്നത്, അതിൽ നമ്മളുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്, നമ്മുടെ പോളിസി മേക്കിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഫ്രീഡം ഉണ്ട് നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട്. സോ എന്തായാലും ഇന്റർനാഷണൽ റിലേഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ തന്നെയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു കാണും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കറണ്ട് അഫയർ എന്നൊരു ഭാഗം വായിച്ചാൽ തന്നെ അത് നമ്മളെ പല പല ഏരിയയിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അടുത്ത സബ്ജക്ട്സിന്റെ ഒക്കെ ഡിസ്കഷൻസുമായിട്ട് നമുക്ക് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇപ്പം ഇനിയും പഠനം തുടരുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴും നമുക്ക് ചിലപ്പം കുറെ ആളുകൾക്ക് ഇതൊരു നെഗറ്റീവ് സ്റ്റേജ് തന്നെ ആയിരിക്കും. കാരണം ആൻസർ കീയിലൂടെ ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് തെറ്റിയതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു ഹോപ്പൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൽ കാര്യമില്ല. കാരണം നിങ്ങൾ മാത്രമല്ല ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള എഫേർട്ട് ഇടുന്നുണ്ട്. സോ ആരാണോ വളരെ ഇന്റലിജന്റ് ആയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങളുടെ കേപ്പബിലിറ്റി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് അവരായിരിക്കും ഈ എക്സാമിനേഷൻ എക്സൽ ചെയ്യുക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കീപ്പ് ഓൺ ട്രൈയിങ്. ഈ ഒരു എക്സാമിനേഷനിൽ ട്രൈ ചെയ്യുക. ഇത് ട്രൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള എക്സാമിനേഷന് വേണ്ടിയും ട്രൈ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ നേടിയെടുത്തിട്ടുള്ള ഒരു നോളജ് ബേസ് എന്ന് പറയുന്നത് നിങ്ങളെ ഏതൊരു എക്സാമിനേഷനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ജനറൽ നോളജ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഏതൊരു എക്സാമിനേഷനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തരത്തിലുള്ള ഒരു നോളജ് ബേസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഒരു വേറൊരു എക്സാമിനേഷനും അതിന്റെ പാറ്റേണുമായിട്ട് ജസ്റ്റ് ഒരു അലൈൻമെന്റ് മാത്രം വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് പല എക്സാമിനേഷനും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആരും ഡെസ്പായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ കൺസിസ്റ്റൻസി ഉറപ്പാക്കിക്കൊണ്ട് തന്നെ പ്രിപ്പറേഷൻ തുടരുക. താങ്ക് യു സോ മച്ച്.